കേരളത്തിൻ്റെ രാഷ്ട്രീയവും സാമൂഹിക മേഖലയിൽ കഴിഞ്ഞ ഒരു 2-3 ആഴ്ചയായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു സ്കാൻഡലുകളുടെ പീരീഡാണെന്ന് പറയാം. ഒന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, അത് ഏതാണ്ട് അതിൻ്റെ ഒരു വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ചില സംവാദങ്ങളുടെ ഒരു തലത്തിലെത്തുമ്പോഴത്തേക്കാണ് മറ്റൊരു സംഭവം വരുന്നത്. അത് നമ്മുടെ നിലമ്പൂരിലെ PV അൻവർ MLA ഉയർത്തിയ ആരോപണങ്ങളാണ്. ഒരുപക്ഷെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് അല്ലെങ്കിൽ കമ്മിറ്റി റിപ്പോർട്ട് അതിൻ്റെ ഗൗരവം ഒട്ടും കുറയ്ക്കുന്നതല്ല. എന്നാൽ തന്നെയും അതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അതിനേക്കാൾ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമാണ് അൻവർ ഉയർത്തിയിട്ടുള്ളത്. അൻവർ ഉയർത്തിയതിൻ്റെ ഒരു പ്രധാന പോയിന്റ് എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ പോലീസ് സംവിധാനത്തിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥരിലൊരാൾ ഒരു ക്രൈം സിൻഡിക്കേറ്റ് റൺ ചെയ്യുന്നു ആണ് പറയണം. അതിന് ഏത് നിലയിൽ, അപ്പം ഞാൻ ജേക്കബിനോട് ഇതിന് ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് കഴിഞ്ഞ ഒരു 6-7 വർഷങ്ങളായിട്ട് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന അതിക്രമങ്ങൾ വളരെ കൃത്യമായി പോയിൻ്റ് ഔട്ട് ചെയ്തിട്ടുള്ളൊരു മാധ്യമപ്രവർത്തകരാണ്. എങ്ങനെയാണ് പോലീസ് സംവിധാനം ജനങ്ങളോട് നീതി പുലർത്താത്ത നിലയിൽ പ്രവർത്തിക്കുന്നതെന്നുള്ളത്. ആ നിലയിൽ നോക്കുമ്പോഴത്തേക്ക് ഈ അൻവർ ഇപ്പോൾ ഉയർത്തിയ ഈ വിഷയത്തെ എങ്ങനെ വിലയിരുത്താൻ പറ്റും? ഇപ്പോൾ സേതു പറഞ്ഞ പോലെ തന്നെയാണ്. അത് ഒരു പോലീസുകാരൻ്റെ ഒരു ക്രൈം സിൻഡിക്കേറ്റ് ആയിട്ട് അങ്ങനെ ഒരു പോലീസ് സംവിധാനം നടക്കില്ല. ഒരു ക്രൈം സിൻഡിക്കേറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഇനിയും പുറത്തു വരാനുള്ള ക്രൈം സിൻഡിക്കേറ്റുകൾ. കാരണം പോലീസ് ഒരു യൂണിഫോം ഫോഴ്സാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് പുഴുക്കുത്തുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട്. ആ കാരണമായിട്ട് ഞാൻ കണക്കാക്കുന്നത്, നമ്മൾ എത്രയോ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പോലീസ് എന്ന് പറയുന്ന സംവിധാനത്തെ പൊളിറ്റിക്കലി നിയന്ത്രിക്കുക എന്നുള്ളത് നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയുടെ അടിസ്ഥാനപരമായ കാര്യങ്ങളിലൊന്നാണ്. പോലീസ് ഒരു വളരെ സ്വതന്ത്ര സംവിധാനം എന്നുള്ളൊരു സങ്കല്പം നമുക്കില്ല. അതിനെ കൃത്യമായ അതിനു വേണ്ടിയിട്ടാണ് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിന് അവിടെ വെക്കുന്നത്. ആ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിൻ്റെ ആബ്സെൻസ് കഴിഞ്ഞ 8 വർഷമായിട്ട് കേരളത്തിലെ പോലീസ് സംവിധാനത്തിലുണ്ട്. അതിൻ്റെ ഒരു മാനിഫെസ്റ്റേഷനായിട്ടാണ് ഞാനിപ്പോൾ ഇതിനെ കാണുന്നത്. ഒരു പോലീസുകാരൻ ഒരു ക്രൈം നമുക്കത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട്. ഒരു പോലീസുകാരൻ ഒരു ക്രൈം സിൻഡിക്കേറ്റിൻ്റെ പുറത്ത് നിൽക്കുന്ന കഥകളല്ല നമ്മൾ കഴിഞ്ഞ 8 വർഷമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. 8 വർഷമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് CPMകാർ പോലും ഈ സർക്കാരിനെ അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ച മനുഷ്യർക്ക് പോലും നീതി കിട്ടാത്തൊരവസ്ഥയുണ്ട്. ഓരോ പോലീസ് സ്റ്റേഷനും അവരവരുടെ സാമ്രാജ്യമായിട്ട് മാറുന്ന, ഓരോ പോലീസുകാരനും ആ സാമ്രാജ്യത്തിലെ സാമ്രാട്ടായിട്ട് മാറുന്ന ഒരവസ്ഥ കേരളത്തിൽ പലയിടത്തുമുണ്ട്. ഇത് പറയുമ്പോൾ കേരള പോലീസ് മുഴുവൻ മോശമാണെന്നോ അതിൻ്റെ അകത്ത് കാര്യങ്ങൾ നടക്കുന്നില്ലെന്നുള്ള ആക്ഷേപം എനിക്കില്ല. കേരളത്തിൽ ഗംഭീരരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്, അവർ കേസുകൾ അന്വേഷിക്കാറുണ്ട്. അത് ഒരു പാരലായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് അത് നടക്കുമ്പോൾ തന്നെ നമ്മൾ മുമ്പ് കാണാത്ത വിധത്തിലുള്ള പോലീസിൻ്റെ ക്രിമിനൽവൽക്കരണം നടന്നിട്ടുണ്ട്. അത് ഒരു എക്സ്റ്റോർഷൻ റാക്കറ്റ് അല്ലെങ്കിൽ ഒരു ക്രൈം സിൻഡിക്കേറ്റ് എന്നുള്ള രീതിയിൽ മനുഷ്യരെ ഓടിച്ചിട്ട് പിടിക്കുന്നപ്പോൾ ഈ ശ്രീ അൻവർ പറയുന്ന പോലത്തെ കൊലപാതകവും അത് പക്ക ക്രൈം ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ ആകണമെന്നില്ല. ഇപ്പം ഈ പോലീസ് സ്റ്റേഷനിൽ എത്തുന്ന കേസുകൾ ഒത്തുതീർപ്പാക്കി പണം മേടിക്കുന്നത് ധാരാളം കേസുകൾ. അതല്ലെങ്കിൽ പിന്നെ നീതിന്യായ കോടതിയിലേക്ക് പോകേണ്ട കാര്യങ്ങൾ പോലീസിൻ്റെ അധികാരം ഉപയോഗിച്ച് വരട്ടി തീർത്ത് അതിൻ്റെ അകത്തുനിന്ന് പണം പിടുങ്ങുന്ന ഗ്രൂപ്പുകളുണ്ട്. ഇത് താഴെ തുടങ്ങി മുകളിൽ വരെ ഉണ്ട് എന്നുള്ള വിചിത്രമായിട്ടുള്ള അവസ്ഥ. ഞാൻ കാണുന്നത് ഒരു പൊളിറ്റിക്കൽ കൺട്രോളിലുള്ള ഒരു പോലീസ് ഫോഴ്സിൻ്റെ അകത്ത് നമുക്ക് ന്യായമായിട്ട് പ്രതീക്ഷിക്കാവുന്ന ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ അതിലൊക്കെ വളരെ കൂടുതലാണ്. കാരണം ഇതിൻ്റെ സിസ്റ്റം ഒരു സർക്കിൾ ഇൻസ്പെക്ടറുടെ കീഴിലുള്ള പോലീസുകാർ, സർക്കിൾ ഇൻസ്പെക്ടർ ഒരു വളരെ നിയമത്തിൻ്റെ ഭാഷയിൽ മാത്രം ചരിക്കുന്ന ഒരു പോലീസ് ഫോഴ്സ് ആണെങ്കിൽ നമുക്കത് പേടിക്കാനില്ല. ഒരാൾ മോശമായാൽ അയാൾ മാത്രമേ മോശമാവുള്ളൂ. പക്ഷേ നമ്മുടെ നാട്ടിലെ സിസ്റ്റം അനുസരിച്ച് അങ്ങനെയല്ല. ഒരു ഉദ്യോഗസ്ഥൻ മോശമായ അയാളുടെ കീഴിലുള്ള മുഴുവൻ അയാളുടേതായ അതിൻ്റെ ഓരോ അടരുകളിലും അതിൻ്റെതായ ഇത്തരം ആൾക്കാരുണ്ട്. അത് ഈ ഇത്തരം ഫോഴ്സുകളിലും ഇത്തരം ആൾക്കാരുണ്ട്. ഇപ്പം പട്ടാളത്തിൽ വലിയൊരു ശതമാനം പക്ക പ്രൊഫഷണലുകളാണ്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അഴിമതി കേസുകൾ കേൾക്കും. അപ്പം അതിനുള്ള ഒരു സ്ട്രീക്ക് അവിടെ ഉണ്ട്.
എന്ന് പറയുന്ന പോലെയാണ് ഇവിടെ. അപ്പം പക്ഷെ അപ്പോഴും ഈ പട്ടാളം എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ നമ്മുടെ രാജ്യത്തിൻ്റെ മറ്റ് സംവിധാനങ്ങളുടെയും കൃത്യമായ കണ്ണിൻ്റെ അകത്താണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്നോ രണ്ടോ ആളുകൾ വരുന്നു, അവരുമായി ബന്ധപ്പെട്ട ആളുകൾ പിടിക്കപ്പെടുന്നു, അതിനെ ലോക്കലൈസ് ചെയ്ത് നിയന്ത്രിക്കാൻ വളരെ 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 ലോക്കലൈസ് ചെയ്യാൻ വേണ്ടി പട്ടാളം. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് പ്രാക്ടിക്കലി ആബ്സെൻ്റ് ആണ്. അവർ ഇടപെടുന്നത് വല്ലപ്പോഴും ഇതുപോലത്തെ, എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രി ഒട്ടും ഇടപെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പറയുന്ന പോലെ ശ്രീ അൻവർ പറയുന്ന പോലെ ശരിയാണെങ്കിൽ അത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി അദ്ദേഹത്തിന് താല്പര്യമുള്ള ഇതുപോലത്തെ കേസുകളിൽ ഇടപെടുന്നത്. അല്ല, ഇത് മാത്രമേ അടക്കമുള്ള ആൾക്കാർ ഇത് ആദ്യമായിട്ടല്ല പറയണം. അപ്പം കേരളത്തിലുള്ള 2-3 സ്പെസിഫിക് ആയിട്ടുള്ള ഇൻസിഡൻസ് കഴിഞ്ഞ 8 വർഷത്തിനുള്ളിൽ ഉണ്ടായിട്ടുണ്ട്. ഒന്ന് ലോക്കപ്പും മർദ്ദനവും മരണങ്ങളുമായിരുന്നു. അത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തും ഉണ്ടായിട്ടുണ്ട്, ഈ സർക്കാർ ഇപ്പോൾ വന്നതിന് തുടർ ഭരണത്തിലും ഉണ്ടായിട്ടുണ്ട്. 2 നടന്ന ഏറ്റുമുട്ടൽ കൊലപാതകങ്ങളാണ്, 8ഓളം ഏറ്റുമുട്ടൽ കൊലപാതകങ്ങൾ. പിന്നെ അതിനെല്ലാം പുറമെയാണ് ഈ പോലീസുകാർ ഈ ഒരു പോലീസ് സേനയ്ക്ക് മുഴുവൻ അപഹാസ്യമാവുന്ന രീതിയിലുള്ള ഒരു ആർക്കിയോളജിയോ അല്ലെങ്കിൽ ഇത് തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിലും ഒരു സിസ്റ്റമിക്കായിട്ട് എവിടെയോ തകരാറുണ്ടെന്നുള്ളൊരു സാധനം വളരെ കാലമായിട്ട് പറയുന്നതാണ്. പക്ഷേ ഈ പറയുന്ന ഒരു സാധനം പ്രത്യേകിച്ച് കേരളത്തിലെ പോലെയുള്ള ഒരു ഇടത് പൊതുബോധവും പുരോഗമന സ്വഭാവവും എല്ലാം നിലനിൽക്കുന്നു എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഇതെന്തുകൊണ്ട് ഒരു വലിയ ചർച്ചയായി മാറിയില്ല? ആ ചർച്ചയായി മാറാനായിട്ട് വേറൊരർത്ഥത്തിൽ ഒരു പക്ഷേ വളരെ സംശയാസ്പദമായ രാഷ്ട്രീയ വ്യക്തിത്വമുള്ള ഒരാളിൻ്റെ ഭാഗത്ത് നിന്നാണ് ഇത് വരേണ്ടി വന്നത് എന്നുള്ളത്. അതെന്ത് തരത്തിലുള്ളൊരു സന്ദേശമാണ് കേരളത്തിൽ കൊടുക്കുന്നത്? ഇതിൻ്റെ അകത്തുള്ളൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്, ഇത് പൊളിറ്റിക്കൽ കൺട്രോളിൻ്റെ പുറത്തല്ലാതെ പോകുന്ന ഇന്ത്യയിൽ ഇപ്പം നമ്മൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു കഴിഞ്ഞപ്പോൾ കണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഫ്യൂഡൽ സിസ്റ്റമാണ് സിനിമയ്ക്കകത്ത് നടക്കാന്നുള്ളത്. അവിടുത്തെ നാടുവാഴികളും കാളക്കുറ്റന്മാരും തീരുമാനിക്കുന്ന പോലെയാണ് മറ്റു മനുഷ്യരുടെ ജീവിതം. നാടുവാഴിത്ത സമ്പ്രദായത്തിൽ അങ്ങനെയായിരുന്നു. പോലീസിൽ അതാണ്. ഈ പോലീസിൽ നമ്മൾ കാണാതെ പോകുന്നത്, ഇപ്പം പോലീസുകാരുടെ ആത്മഹത്യകൾ എടുക്കും. ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ നടന്നിട്ടുള്ളത് ഈ കാലയളവിലാണ്. മനുഷ്യർ നിരത്തി പിടിച്ച് ആത്മഹത്യ ചെയ്യാണ്. ഇവിടെ ഒരു ഫ്യൂഡൽ സിസ്റ്റം നിലനിൽക്കുന്നുണ്ട് ഈ പോലീസിൻ്റെ അകത്ത്. അതിൻ്റെ അകത്ത് സ്വർഗജാതന്മാരായിട്ടുള്ള IPSകാരും പിന്നെ താഴോട്ട് അതിൻ്റെ ആ ചെയിൻ താഴേക്ക് ഏറ്റവും അവസാനത്തെ സിവിൽ പോലീസ് ഓഫീസർ വരെ വരുന്ന ഒരു ഫ്യൂഡൽ ഹൈറാർക്കിയുടെ അതിലത് അവിടെ മനുഷ്യാവകാശങ്ങൾക്ക് പോലും വിലയില്ലാത്ത തരത്തിലുള്ള ഒരു ഹൈറാർക്കി നിലനിൽക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ഈ പൊളിറ്റിക്കൽ ഇൻ്റർഫേസ് വരുന്നത് ഇവിടെയൊക്കെയാണ്. ഇതിനകത്ത് ഈ ഓരോ IPSകാരനും ഒരു സിവിൽ പോലീസ് കോൺസ്റ്റബിളിനോട് സിവിൽ പോലീസ് ഓഫീസറോട് സംസാരിക്കുമ്പോൾ 2 മനുഷ്യർ തമ്മിൽ സംസാരിക്കണം എന്നുള്ള അവരുടെ ഹൈറാർക്കിയും അവരുടെ ഓപ്പറേഷണൽ ഡീറ്റെയിൽസൊക്കെ മാറ്റി നിർത്തിയാലും 2 മനുഷ്യരോട് തമ്മിൽ സംസാരിക്കുന്ന പോലെ തന്നെ സംസാരിക്കാൻ പാടൂ എന്ന് ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്വം പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനുണ്ട് കേരളത്തിലെങ്കിലും. അതും ഭയങ്കരമായിട്ട് കുറഞ്ഞു. പോലീസിൻ്റെ എഫിഷ്യൻസി വല്ലാതെ കുറഞ്ഞു. ഇമാതിരിയുള്ള ഈ ക്രിമിനൽ വൽക്കരിക്കപ്പെട്ട പോലീസുകാരുടെ കയ്യിൽ പോലീസ് സേന മൊത്തം എത്തിപ്പെടുന്നൊരവസ്ഥയുണ്ടായി. അപ്പം നമ്മളിത് ആലോചിക്കേണ്ടത്, ഇപ്പോൾ സേതു പറഞ്ഞത്, പിന്നെ ഈ ഒരു തട്ടിപ്പുകാരനെ കണ്ടാൽ തിരിച്ചറിയാത്ത പോലീസുകാരൻ അതിനകത്ത് വേറെ സാധാരണ പോലീസുകാരനല്ല, സംസ്ഥാന പോലീസ് മേധാവി. അതായത് ഈ വേറെ ഒരു കാര്യം കൂടിയുണ്ട്. കേരളത്തിലെ പോലീസിൻ്റെ ഉയർന്ന തലത്തിൽ തന്നെ കള്ളനാണോ പോലീസാണോ എന്ന് കൃത്യമായിട്ട് അറിയത്തില്ലാത്ത പലരും ഉണ്ട്. അവരുടെ പ്രൊഫഷനിൽ കരിയറിൽ കയറിയപ്പോൾ തുടങ്ങി ക്രിമിനൽ പണി എടുത്തുകൊണ്ട് നടന്ന പലപ്പോഴും പോലീസ് കേസുകളിൽപ്പെട്ട പലരും ഈ പോലീസിൻ്റെ തലപ്പത്ത് ഇരിപ്പുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വളരെ അത്യാവശ്യം കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ വന്നു കഴിയുമ്പോൾ അതിനകത്ത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഇൻ്റർവീൻ ചെയ്യില്ല എന്നൊരു നയം എടുത്തു കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കാവുന്ന മുഴുവൻ വഷള് കാര്യങ്ങളും കേരളത്തിൽ ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ അൻവർ വന്ന് പൊളിച്ചു മാറ്റിയ ഒരു ചെറിയ ഭാഗം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിപ്പം നമ്മുടെ മുമ്പിൽ പൊട്ടിത്തെറിച്ച് നിൽക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം അത് മാത്രമേ ഉള്ളൂ എന്നല്ല. ഈ സിസ്റ്റം കേരളത്തിൽ നിങ്ങൾ പാറശാല മുതൽ കാസർഗോഡ് വരെയുള്ള CPM പ്രവർത്തകരോട് ചോദിച്ചാൽ അവർ പറയും എങ്ങനെയാണ് പ്രാദേശിക പോലീസ് പെരുമാറുന്നത് എന്ന്. അപ്പം നമ്മളിപ്പോൾ എത്തിപ്പെട്ട് നിൽക്കുന്നത് 8 വർഷത്തെ LDF സർക്കാരിൻ്റെ പോലീസ് ഭരണത്തിന് ശേഷം നമ്മൾ എത്തിപ്പെട്ട് നിൽക്കുന്നത് താരതമ്യേന കൊള്ളാവുന്ന ഒരു പോലീസ് ഫോഴ്സ് ആയിരുന്ന, ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ്റെ സമയത്ത് ഈ പോലീസല്ല, അന്ന് ജനമൈത്രി പോലീസാണ്. ആ സങ്കല്പം തന്നെ ഏകദേശം ഇല്ലാതെയായി. ഇതിൻ്റെ അകത്തുള്ള സത്യസന്ധരും ആത്മാർത്ഥയും പ്രതിബദ്ധതയുള്ള ഉദ്യോഗസ്ഥന്മാരെ മാറ്റി നിർത്തിയാൽ ഒരു സേന എന്ന നിലയ്ക്ക് ഈ പോലീസ് അതിൻ്റെ താഴെ മുതൽ മോൾ വരെ
അനഭിലഷണീയമായ ഒരു സംഘമായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. അതാണ് 8 വർഷത്തെ LDF സർക്കാരിൻ്റെ പോലീസ് നയത്തിൻ്റെ ബാക്കി പത്രം. ഈ പോലീസ് നയം എവിടുന്ന് വന്നു എന്നുള്ളതിനെക്കുറിച്ച് എന്നോട് ചോദിച്ചാൽ എനിക്ക് ഒരു പിടുത്തമില്ല. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോലീസ് നയമായിട്ട് എനിക്ക് കാണാൻ പറ്റില്ല. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പോലീസ് എന്നുള്ള സംവിധാനത്തെക്കുറിച്ച് നല്ല ധാരണയുണ്ട്, അതെങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതിനെക്കുറിച്ച് അവർക്ക് ധാരണയുണ്ട്. അപ്പം ഈ പോലീസിന് ഇങ്ങനെ ഒരു സ്വതന്ത്ര പോലീസ്, അതിൻ്റെ അകത്ത് പൊളിറ്റിക്കൽ ഇൻ്റർവെൻഷൻ പാടില്ല എന്നുള്ള മട്ടിലുള്ളൊരു വ്യാഖ്യാനം എവിടെ നിന്ന് വന്നു? അത് ഏത് പാർട്ടി കമ്മിറ്റിയാണ്? LDFൻ്റെ പ്രകടന പത്രികയിൽ എങ്ങനെയായാലും ഇങ്ങനെ ഒരു സ്വതന്ത്ര പോലീസ് സംവിധാനത്തെക്കുറിച്ചുള്ള വർത്തമാനമില്ല. തിരിച്ച് മനുഷ്യരോട് അന്തസ്സായിട്ട് പെരുമാറുക, മനുഷ്യാവകാശ ലംഘനങ്ങൾ അനുവദിക്കാതിരിക്കുക, പ്രൊഫഷണൽ പോലീസിങ്, ഇതൊക്കെയാണ് LDF നാട്ടുകാരോട് പറഞ്ഞിട്ടുള്ളതായിട്ട് നമ്മൾ കേട്ടിട്ടുള്ളത്. ഒരു സ്വതന്ത്ര പോലീസ് സംവിധാനം എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലുകളും ഇല്ലാത്തൊരു പോലീസ് സംവിധാനം എന്നുള്ളത് നമ്മളോട് ഇടതുമുന്നണി നമ്മളോട് പറഞ്ഞിട്ടില്ല ഇതുവരെ. അപ്പോൾ പിന്നെ ഇത് എവിടെ നിന്ന് വന്നു എന്നുള്ള ചോദ്യത്തിനു കൂടി ആഭ്യന്തരമന്ത്രി ഉത്തരം പറയേണ്ടി വരും. അല്ല, എനിക്കതിൽ ഒരു ഇതുള്ളത്, ഇപ്പോൾ ജേക്കബ് പറയുന്ന ആ ഒരു വാദം ശരിയാണെങ്കിൽ തന്നെയും അതിനെനിക്ക് ഒരു ഹിസ്റ്റോറിക്കലായിട്ടൊരു പാരലൽ ഇവിടെ പറയാനുണ്ട്. കാരണം ജേക്കബ് പറഞ്ഞ ഒരു ജനാധിപത്യപരമായിട്ടുള്ളൊരു പോലീസ് സംവിധാനം എന്ന് പറയുന്നത് അത് ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ്റെയോ അല്ലെങ്കിൽ ഒരു നേതാവിൻ്റെയോ നയം കൊണ്ട് വന്നതല്ല. അത് കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ ബോധത്തിലുണ്ടായ ഒരു മാറ്റത്തിൻ്റെ ഫലമായിട്ട് വന്നതാണ്. അതൊരു സ്ട്രഗിളിൻ്റെ ഭാഗമായിട്ടാണ് വന്നത്. പക്ഷേ ഈ സ്ട്രഗിളിൻ്റെ ഭാഗമായി വന്ന ഈ ജനാധിപത്യ ബോധത്തിന് പ്രത്യേകിച്ച് പോലീസ് ഭരണത്തിൻ്റെ കാര്യത്തിലെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഒരു പക്ഷേ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ കാലത്തും പരാജയമായിരുന്നു. ഞാനത് പറയാൻ കാരണമെന്ന് പറഞ്ഞാൽ ഇപ്പം 1957 ഒരു പ്രശസ്തമായി എല്ലാവർക്കും അറിയുന്ന ഒരു ചരിത്ര സംഭവമാണ് ചന്ദനത്തോപ്പിലെ വെടിവെപ്പ്. അന്ന് തൊഴിലാളികൾ, RSPയുടെ തൊഴിലാളികളാണ് പണിമുടക്കിയെന്ന് പറഞ്ഞു പോലീസ്. അപ്പോൾ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ ചാർജ് ഉണ്ടായിരുന്ന K. ദാമോദരൻ അദ്ദേഹത്തിൻ്റെ അഭിമുഖ സംഭാഷണത്തിൽ പറഞ്ഞതാണ്, അന്ന് പാർട്ടി ഇതിനെ അപലപിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് തീരുമാനിച്ചത്. പക്ഷേ വിശാലമായ മീറ്റിംഗ് കൂടി കഴിഞ്ഞപ്പോഴത്തേക്ക് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന EMS നമ്പൂതിരിപ്പാട് പറഞ്ഞു, പോലീസിനെ അപലപിക്കുകയാണെങ്കിൽ അത് അവരുടെ മനോവീര്യം കെടുത്തും. അതുകൊണ്ട് നമ്മൾ അങ്ങനെ അതാണ് പിൽക്കാലത്ത് അത് അല്ലെങ്കിൽ അവർ അഡോപ്റ്റ് ചെയ്ത ഔദ്യോഗിക പൊസിഷൻ. അപ്പം ഞാൻ പറഞ്ഞത്, ഒരു സൈഡിൽ ഈ പറയുന്ന ഒരു ജനാധിപത്യ അവകാശം അല്ലെങ്കിൽ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം പോലീസ് സ്റ്റേഷനിൽ ഒരു ദളിതനോ ഒരു ഈഴവനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഏറ്റവും അടിത്തട്ടിൽ ആ സാമൂഹ്യമായ നിലയിൽ നിന്ന് കയറി ചെല്ലാവുന്ന ഒരു ഇടമായിട്ട് മാറാനുള്ള ഒരു സാഹചര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ദേശീയ പ്രസ്ഥാനത്തിനും എല്ലാത്തിനും ഉണ്ട്, ജാതിവിരുദ്ധ സമരങ്ങൾക്കും എല്ലാം ഉണ്ട്. പക്ഷേ അതിനെ ഒരു പ്രാക്ടീസായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷനിൽ കൊണ്ടുവരാനായിട്ട് സംസ്ഥാന സർക്കാരുകൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു സാധനം കൂടി എനിക്ക് തോന്നലുണ്ട് ഇതിൽ. അല്ല, അതിലിപ്പം ചന്ദനത്തോപ്പ് വെടിവെപ്പ് എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചരിത്രത്തിൽ ഒരു കളങ്കമായിട്ടിരിക്കും എന്നുള്ളൊരു വസ്തുതയാണ്. പക്ഷേ അതിൻ്റെ അർത്ഥം ഇപ്പോൾ ഇന്ത്യയിൽ മുഴുവൻ ദേശീയ പ്രസ്ഥാനം ഉണ്ടായിരുന്നു, പിന്നെ ബ്രിട്ടീഷുകാരോട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്, പോലീസ് സ്റ്റേഷനിൽ ആക്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നും കേരളത്തിലെ പോലെ ജനാധിപത്യപരമായിട്ടൊരു പോലീസ് നിങ്ങൾക്ക് മറ്റു നാടുകളിൽ കാണാൻ പറ്റില്ല. ചന്ദനത്തോപ്പ് എന്നുള്ളൊരു ഒറ്റ എക്സാമ്പിളിൻ്റെ പുറത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സർക്കാർ കൊണ്ടുവന്ന പരിഷ്കാരങ്ങളെ, ജനാധിപത്യവൽക്കരണത്തെ നമുക്കതിനെ മുഴുവൻ ഡിസ്മിസ് ചെയ്യുക എന്നുള്ളത്, അതിനെ മുഴുവൻ ക്യാൻസൽ ചെയ്യുക എന്നുള്ളത് ശരിയായിട്ടുള്ളൊരു ഞാൻ പറഞ്ഞു അതിൽ 2 ഡയമെൻഷൻ ഉണ്ട്. നമ്മൾ ഇത്ര അത് പാർട്ടി എക്സ്പീഡിയൻസി, പൊളിറ്റിക്കൽ എക്സ്പീഡിയൻസിക്ക് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. എനിക്കതിൽ ആർഗ്യുമെൻ്റ് ഇല്ല. അതിൻ്റെ അപ്പുറത്തേക്ക് പോലീസിങ് എന്നുള്ളത്, കാരണം അന്നത്തെ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സർക്കാരിനെതിരെയുള്ള ഏറ്റവും വലിയ ആരോപണം എന്നുള്ളത് സെൽഭരണം എന്നുള്ളതായിരുന്നു. ആ സെൽഭരണം എന്നുള്ളത് ഈ സേതു നേരത്തെ പറഞ്ഞ ഈ ഡെമോക്രറ്റൈസേഷൻ ഓഫ് ദി പോലീസ് ഫോഴ്സ്, അതിനെയാണ് സെൽഭരണമെന്ന് നമ്മുടെ നാട്ടിൽ അന്നത്തെ പിന്നെ നാട്ടുപ്രമാണിമാർ. അപ്പം അങ്ങനെ തന്നെ ആയിരുന്നു പോകേണ്ടിയിരുന്നത്. ചന്ദനത്തോപ്പ് വാസ് ആൻ അബ്രേഷൻ. അത് എനിക്കൊന്ന് കമ്മ്യൂണിസ്റ്റുകാർ പോലും അതിനെക്കുറിച്ച് K. ദാമോദരൻ്റെ ഭയങ്കര ഖേദകരമായ അദ്ദേഹത്തിൻ്റെ അഭിമുഖങ്ങളിൽ പിന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അത് ന്യായീകരിക്കേണ്ടി വന്നു എന്നുള്ളത്. അദ്ദേഹം എതിർത്ത ഒരു സംഭവത്തെ അദ്ദേഹത്തിന് ന്യായീകരിക്കേണ്ടി വന്നു. അപ്പം അതൊക്കെ പൊളിറ്റിക്കൽ എക്സ്പീഡിയൻസി, അംഗീകരിക്കാൻ പറ്റാത്ത അബറേഷൻ എന്ന് മാത്രമേ നമ്മളതിനെ കണക്കാക്കാൻ പറ്റുള്ളൂ. ഇങ്ങോട്ട് വരുമ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്ന നമ്മുടെ ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ എന്നുള്ളത്, ഒന്ന്, ഒരു ജനാധിപത്യ സമൂഹത്തിൽ നമ്മൾ ഈ പോലീസിന് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നിലനിൽക്കുന്ന കാര്യങ്ങൾ പിന്നെ മെച്ചപ്പെടുത്തി കൊണ്ടുപോവുക എന്നുള്ളത്, നിയമവാഴ്ച ഉറപ്പുവരുത്തുക. രണ്ടാമത്തെ കാര്യം, നമ്മുടെ സമൂഹം എങ്ങനെ മുമ്പോട്ട് പോകുന്നു അതിനെ പിറകോട്ട് വലിക്കാൻ ശ്രമിക്കുന്ന ശക്തികൾ എല്ലാ സമയത്തും ഉണ്ട്. അവരെ ഐഡൻറ്റിഫൈ ചെയ്യുകയും ഐസൊലേറ്റ് ചെയ്യുകയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരികയും ചെയ്യേണ്ട ഉത്തരവാദിത്വം അവർക്കുണ്ട്. ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 2016
പിന്നെ പ്രകടന പത്രികയിൽ വളരെ കൃത്യമായിട്ട് പറയുന്നത് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നാട്ടുകാരോട് മര്യാദയ്ക്ക് പോലീസ് പെരുമാറും എന്നുള്ള ഉറപ്പ്. ആ ഉറപ്പ് പ്രത്യക്ഷത്തിൽ ലംഘിക്കപ്പെട്ടിട്ടുണ്ട്. അത് പോലീസ് നിയമനിഷേധം നടത്തി, ഏറ്റുമുട്ടൽ കൊലകൾ പോലെയുള്ള നിയമനിഷേധങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിന് പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. കേരളത്തിൽ ജീവിക്കുന്ന ഒരു പൗരൻ എന്ന നിലയ്ക്ക്, പകുതിയെങ്കിലും കേരളത്തിൽ ജീവിക്കുന്ന ഒരു പൗരൻ എന്ന നിലയ്ക്ക് എന്നെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ആകുലപ്പെടുത്തുന്നത് ഇത് മാത്രമല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിൽ പറഞ്ഞ വേറൊരു കാര്യമുണ്ട്. നമ്മുടെ നാടിനെയും വർഗീയതയുടെ പേരിൽ വിഭജിക്കുന്ന ശക്തികളെ അവരെ അതിശക്തമായി നേരിടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കാര്യത്തിൽ ഈ LDF സർക്കാർ അമ്പേ പരാജയമാണ്. നമ്മളിപ്പോൾ കണ്ടിരിക്കുന്ന കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ, അതിനകത്ത് ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് ഞാനത് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത്. ഏതൊരു കൊച്ചു കാര്യത്തിലും വർഗീയമായി കാണാനും അതിൻ്റെ പുറത്ത് വലിയ ക്യാമ്പയിനുകൾ ഉണ്ടാക്കാനും പറ്റുന്ന ക്ഷുദ്രശക്തികൾ പൂണ്ടുവിളയാടിയ കാലമാണ് നമ്മൾ കണ്ടത്. അവർക്ക് വളരെ പെട്ടെന്ന് ജേർണലിസ്റ്റുകളായി മാറുന്നു, അവരുടേതായ സാഹിത്യങ്ങൾ രചിക്കുന്നു. ഏതൊരു മനുഷ്യൻ അയാളുടെ പ്രൈമറി ഐഡൻറ്റിറ്റിയിലേക്ക് ചുരുക്കത്തക്ക വിധത്തിലുള്ള നമ്മൾ നാടൻ ഭാഷ പറഞ്ഞ വെള്ളത്തിന് തീ പിടിപ്പിക്കുന്ന നുണകൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നു. അതിൽ ഒരാൾക്ക് പോലും ഏതെങ്കിലും തരത്തിലുള്ള നിയമ നടപടി നേരിടേണ്ടി പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അല്ലെങ്കിൽ LDF എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഈ പ്രശ്നം ഐഡൻറ്റിഫൈ ചെയ്തതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത് അവരുടെ ഒരു പൊളിറ്റിക്കൽ ഫെയിലിയർ എന്ന് ഞാൻ പറയും. പക്ഷെ പോലീസിന് ചില കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. പേറ്റൻ്റിലി ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന അവരെ, ഇപ്പോൾ ഈ അൻവറിൻ്റെ കേസ് തന്നെയുണ്ട്. അൻവർ തന്നെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അയാളുടെ ഒരിടത്തും എത്തിയില്ല. പോലീസിൻ്റെ സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ട് ഒരിടത്തും എത്തിയിട്ടില്ല. ഒരു പൗരനെ എവിടെ വരെ പോകാൻ വേണ്ടി പറ്റും? അപ്പോൾ ഇങ്ങനെ സമൂഹത്തെ വിഭജിക്കുന്ന ശക്തികൾ അവരൊരുമാതിരി കുടം തുറന്നു വിട്ടതുപോലെ ഇതിലൂടെ കിടന്ന് അർമാദിച്ചപ്പം അവർക്കെതിരെ നടപടിയെടുക്കാൻ പറ്റാതിരുന്നൊരു പോലീസാണ് ഈ പണി ചെയ്യുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ട പണി അവർ ചെയ്തില്ല എന്ന് മാത്രമല്ല, അവർ ചെയ്യാൻ പാടില്ലാത്ത അവർ പണി ചെയ്യുകയും ചെയ്തു. അങ്ങനെ നോക്കി കഴിയുമ്പം ടോട്ടൽ ഫെയിലിയർ എന്ന് നമുക്ക് പറയാവുന്ന തരത്തിലുള്ള ഒരു പോലീസ് ഭരണമാണ് നമ്മൾ കഴിഞ്ഞ കാലത്ത് കണ്ടത്. അതിൻ്റെ ഇടയ്ക്ക് എക്സെപ്ഷണലായിട്ടുള്ള 50,000 പോലീസുള്ള ഒരു സേനയിൽ, ഒരു സ്ട്രക്ചറുള്ള കൊള്ളാവുന്ന ഉദ്യോഗസ്ഥന്മാർ പലപ്പോഴായി ജോലി ചെയ്തിട്ടുള്ള ഒരു സേന എന്ന നിലയ്ക്ക് അതിൽ എക്സലൻസിൻ്റെ എലമെൻറ്റ്സ് തീർച്ചയായിട്ടും ഉണ്ട്. അവർ കേസുകൾ അന്വേഷിക്കാറുണ്ട്, കണ്ടുപിടിക്കാറുണ്ട്. നമ്മൾ അതിനെക്കുറിച്ചല്ല പറയും. അതിന് പ്രത്യേകിച്ച് ഒരു ഡയറക്റ്റീവ് ഇല്ലെങ്കിൽ ആ സിസ്റ്റം അങ്ങനെ ഫംഗ്ഷൻ ചെയ്യും. അതങ്ങനെ ഫംഗ്ഷൻ ചെയ്യുമ്പോൾ ട്രെയിൻഡ് ആണ്. അപ്പോൾ അതിൽ കൊള്ളാവുന്ന മനുഷ്യരുണ്ട്. ശമ്പളം മാത്രം വരുമാനമായിട്ടുള്ള പോലീസുകാർ എത്ര വേണമെങ്കിലും ഉള്ളൊരു സേനയാണ് നമ്മൾ. പക്ഷേ അതില്ലാന്ന് നമ്മൾ ഒരിക്കലും പറയുന്നില്ല. നമ്മുടെ പ്രശ്നം അതല്ല. അങ്ങനെ അല്ലാതെ ഒരുത്തരും അങ്ങനെ ചെയ്യരുത് എന്ന് ഉറപ്പാക്കാൻ ഉത്തരവാദിത്തമുള്ള മുഴുവൻ സംവിധാനങ്ങളും പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഇപ്പോൾ ഏറ്റവും രൂക്ഷമായിട്ട്. ഇതിങ്ങനെ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് മനുഷ്യർ ഏറ്റവും മൂല്യമായിട്ട് പറഞ്ഞിരുന്ന സാധനം അൻവർ അതൊരു ഒറ്റ വലിക്ക് മാറ്റി ഇതാണ് ഏറ്റവും മുകളിലിരിക്കുന്ന ആൾ, ഇതാണ് ക്ലിയർ ഫോക്കസിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഇത് ഇനി എങ്ങനെയാണ് ഇത് 2-3 തരത്തിൽ നമുക്ക് ഇതിൻ്റെ ഫോളോ ഔട്ടിനെ കുറിച്ച് ആലോചിക്കാം. ഒന്ന്, ഇപ്പം സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്, അതിൻ്റെ ഒരു സംഭവം. 2, അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് പൊളിറ്റിക്കലി ആൻഡ് സോഷ്യലി എങ്ങനെയാണ് ഈ ഒരു വിഷയത്തോടൊരു സമൂഹം എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റി എന്നുള്ള നിലയിൽ നമ്മൾക്ക് ഇത് ചെയ്യാൻ പറ്റും. ഇത് രണ്ടുമുണ്ട് ചെയ്തു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് അന്വേഷണം എന്ന് പറയുന്നത്, ഇപ്പോൾ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്ന അന്വേഷണം എന്ന് പറയുന്നത് അതൊരു ഷരാഡാണ്. രണ്ടുപേരെ നോക്കൂ. പോലീസ് സംവിധാനത്തിന് നേരിട്ട് ഏറ്റവും മുകളിലുള്ള ആളാണ് ഒരാൾ. മറ്റൊരാൾ അതിൻ്റെ പുറത്തുള്ള പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് മുകളിലിരിക്കുന്ന അയാളുടെ ഫോണിൻ്റെ അപ്പുറത്താണ് കേരളത്തിലെ മുഴുവൻ പോലീസുകാരും ഉള്ളത്. അപ്പം ഇവരെ രണ്ടുപേരെയും ആ സ്ഥാനത്തിരുത്തി അന്വേഷണം നടത്താം എന്ന് പറയുന്നത് അസംബന്ധമാണ്. അതെന്തുകൊണ്ട് ചെയ്യുന്നു എന്നുള്ളതിന് അത് ഇനെക്സ്പ്ലിക്കബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് നമുക്ക് അൺആക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യമാണ്. അവരെ രണ്ടുപേരെയും ആ സ്ഥാനത്ത് വെച്ചിട്ട് ഇപ്പം നോക്കൂ, നമ്മൾ DGPയും ADGPയും അതിൻ്റെ താഴോട്ടുള്ള ഉദ്യോഗസ്ഥന്മാരും, അതിൻ്റെ അകത്ത് ഒരു ADGPക്കെതിരെയാണ് അന്വേഷണം. ഈ ADGPക്ക് പൊളിറ്റിക്കൽ പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നുള്ളത് വളരെ പ്ലെയിൻ അല്ലേ? അയാളെ ആ സ്ഥാനം ഇത്രയും MLA ആണ് പരാതി കൊടുക്കുന്നത്, അയാൾ ഭരണകക്ഷിയിൽപ്പെട്ട MLA. അയാളെ സാധാരണത്തിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഇങ്ങനെയുള്ള വൈൽഡായിട്ട് നമുക്ക് തോന്നുന്ന അലഗേഷൻസ് ഉള്ള ഒരാളെ എൻ്റർടൈൻ ചെയ്യുന്ന ആളല്ല. അയാളെ വിളിച്ചു വരുത്തി
അയാളുടെ നിന്ന് കാര്യങ്ങൾ വാങ്ങി ഈ അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകുമ്പം എന്തോ അന്വേഷിക്കാനുണ്ടെന്നുള്ള കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് ഉറപ്പുണ്ടല്ലോ. അങ്ങനെ അന്വേഷിക്കപ്പെടുന്ന ആൾക്കും ഈ അന്വേഷിക്കാൻ ആവശ്യപ്പെട്ട ആൾക്കും അന്വേഷണത്തിൻ്റെ ഫോക്കസിലുള്ള ആൾക്കും രണ്ടുപേർക്കും ഒരേപോലെ മുഖ്യമന്ത്രി പിന്തുണ കൊടുക്കുക എന്നുള്ളത് ശരിയായിട്ടുള്ള കാര്യമല്ല. അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളത് പ്രൈമറി ആയിട്ടുള്ള കാര്യമാണ്. മിനിമം ആവശ്യം, ഏറ്റവും മിനിമം എന്നുള്ളത്. അയാളെ സസ്പെൻഡ് ചെയ്ത് അയാളുടെ പേരിൽ ക്രിമിനൽ കേസ് എടുത്ത് അന്വേഷിക്കുക എന്നുള്ളതാണ് ശരിയായിട്ടുള്ള കാര്യം. ഈ MLA പറഞ്ഞതിൽ എന്തെങ്കിലും വിശ്വാസ്യത മുഖ്യമന്ത്രി കൊടുക്കുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അയാളെ അവിടെ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് മാത്രമേ, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും ഇയാളെ അവിടെ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ടുള്ള അന്വേഷണം മാത്രമേ അത് അന്വേഷണമാകുള്ളൂ. അതല്ലെങ്കിൽ അതിൽ എന്ത് സാങ്കത്യമാണ് വരാനുള്ളത്? അതൊന്ന്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഇത്തരം ഒരു പോളിസി എവിടെ നിന്ന് വന്നു? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റും കമ്മിറ്റിയൊക്കെ ഈ നാട്ടുകാരോട് പറയേണ്ട ഒരു കാര്യമാണിത്. എവിടെ നിന്നാണ് ഇങ്ങനത്തെ ഒരു പോളിസി ആവിർഭവിക്കുന്നത്? ഇത് നമ്മളോട് പറഞ്ഞ കാര്യമില്ല. വോട്ടേഴ്സ് പിന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്നത് ക്രൈം ഇൻവെസ്റ്റിഗേഷനും ലോ ആൻഡ് ഓർഡറും രണ്ടായിട്ട് മാറ്റും, അത് സ്ട്രെങ്തൻ ചെയ്യുമെന്നാണ്. അതല്ലാതെ ലോ എൻഫോഴ്സ്മെൻറ്റിലോ ഇതിലോ ഒന്നും ഒരു തരത്തിലുള്ള രാഷ്ട്രീയ ഇൻ്റർവെൻഷനും ഇല്ലാതാക്കും, അത് സ്വതന്ത്ര പോലീസിങ് ഉണ്ടാക്കും എന്നുള്ള ഒരു വർത്തമാനവും നമ്മളോടായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ എവിടുന്ന് വന്നു ഈ പോളിസി? എന്തുകൊണ്ട് സർക്കാർ ഇടപെട്ടില്ല? അത് സർക്കാരല്ല, പൊളിറ്റിക്കൽ പാർട്ടി, CPM എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടി എന്തുകൊണ്ട് ഈ നയത്തിൻ്റെ കാര്യത്തിൽ ഇടപെട്ടില്ല? എന്തുകൊണ്ട് വഴിനീള സഖാക്കന്മാർ തല്ലുമേടിക്കുമ്പോഴും അവരുടെ വർത്തമാനം കേൾക്കാൻ എന്തുകൊണ്ട് പാർട്ടി നേതൃത്വം ഉണ്ടായില്ല എന്നുള്ള കാര്യത്തിൽ പാർട്ടി ഉത്തരം പറഞ്ഞേ പറ്റൂ. അത് അവർ കാണിക്കുന്ന, അത് അവരുടെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരോട് ചെയ്യുന്നൊരു മിനിമം ഉത്തരവാദിത്തമാണ്. നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ മിനിമം കാര്യങ്ങളെക്കുറിച്ചാണ്. കാരണം ഇത് കൈവിട്ട് പോയ അതുപോലെ നമുക്ക് പലപ്പോഴും തോന്നും. ഇത് ഒരു ADGP ലെവലിലുള്ള അവിടുന്ന് മോള് തുടങ്ങി താഴേക്ക് വരെ. ഇന്നിപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു 3-4 പേരെങ്കിലും എന്നെ വിളിച്ചു. എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ അടിയിൽ മനുഷ്യർ വന്ന് അവരുടെ എക്സ്പീരിയൻസ് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് പിന്നെ ഒരു ജനപ്രതിനിധിയായിട്ടുള്ള ഒരു വനിത, അവരെ കൊടുക്കാൻ വേണ്ടിയിട്ട് പോലീസ് ചെയ്ത കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞ ആൾക്കാരുണ്ട്. എന്നുവെച്ചാൽ നാട്ടിലെ മനുഷ്യരുടെ ഇടയ്ക്ക് അവർ CPMൻ്റെ പാർട്ടി മെമ്പറായിട്ടുള്ള, പാർട്ടിയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന പാർട്ടിയുടെ ജനപ്രതിനിധിയായിട്ടുള്ള ഒരാളാണ്. അവരുടെ എക്സ്പീരിയൻസ് അവർ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ അടിയിൽ വന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം ഇത്ര 100 കണക്കിന് എക്സ്പീരിയൻസ് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ CPM പ്രവർത്തകർക്കുണ്ട്. അവരോടുള്ള ഉത്തരവാദിത്വമെങ്കിലും, നാട്ടുകാരോടുള്ളത് പോട്ടെ, അവരോടുള്ള ഉത്തരവാദിത്വമെങ്കിലും നിറവേറ്റാൻ CPMന് ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് ഈ പോളിസി എവിടെ നിന്ന് വന്നു, ഈ പോളിസി ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് ആത്മാർത്ഥമാവും സത്യസന്ധവുമായ ഒരു വിലയിരുത്തൽ നടത്താൻ CPM എന്ന പാർട്ടിക്ക് ഉത്തരവാദിത്വമുണ്ട്. ആ അസസ്മെൻറ്റിന് ശേഷമേ നമ്മളിനി സംസാരിക്കേണ്ടതുള്ളൂ എന്നുള്ളതാണ് എൻ്റെ തോന്നുന്നത്. അതിൻ്റെ അനുബന്ധമായിട്ട് ഞാൻ വേറൊന്നുകൂടെ ചോദിക്കുന്നത്, ഇത് ഇപ്പം നമ്മുടെ സാധാരണഗതിയിൽ മാധ്യമങ്ങൾ അതിനെ പറഞ്ഞിട്ട് കാര്യമില്ല. അതിൽ പല നിലയിലുള്ള, അതിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ഒരു ഗൂഢാലോചനാവാദമാണ്. അതായത് എന്തുകൊണ്ടാണ് അൻവർ ഇത് ചെയ്തത്, ആർക്ക് വേണ്ടിയാണ് അൻവർ ഇത് ചെയ്തത്, പിണറായി വിജയനെതിരെ CPMനകത്ത് പുതിയ ലോബി രൂപപ്പെടുന്നുണ്ടോ എന്നൊക്കെയുള്ളതാണ്. അത് സ്വാഭാവികമായിട്ട് ഇന്നത്തെ ഒരു ഹൈപ്പർ മീഡിയ എൻവയോൺമെൻറ്റിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം വരും. പക്ഷേ ഇതിനപ്പുറത്ത് ഈ ചോദ്യങ്ങൾ ഏത് നിലയിലാണ് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം റെലവൻ്റ് ആവുന്നത് എന്നുള്ളൊരു പ്രശ്നം കൂടെയുണ്ട്. കാരണം പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ, നേരത്തെ ജേക്കബ് സൂചിപ്പിച്ചതുപോലെ, അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണാലിറ്റിക്ക് നിരക്കാത്ത തരത്തിലുള്ള സംഭവങ്ങളാണ് ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ഈ പാർട്ടിയിലും അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഉണ്ടാവും? ഞാൻ കണക്കാക്കുന്നത്, ഇതിപ്പോൾ ഈ ഭയങ്കരമായ തിയറികൾ ഞാനും കേൾക്കുന്നുണ്ട്. അപ്പോൾ പിണറായി വിജയൻ മാഫിയ തലവനാണെന്നുള്ള മട്ടിലുള്ള വർത്തമാനം ഞാൻ കേൾക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് വിശ്വസിക്കാൻ ഇതുവരെ താല്പര്യമുള്ള കാര്യം എന്നുള്ളത്, പിണറായി വിജയൻ്റെ ഒരു ഭരണാധികാരി എന്ന നിലയ്ക്ക് അയാളൊരു പ്രൊഫഷണലായ മനുഷ്യനാണ്. അപ്പോൾ പോലീസ് സേന എന്ന് പറഞ്ഞത് ഒരു വഷളായിട്ടുള്ള പോലീസ് സേനയെ പിണറായി വിജയൻ അറിയാം. ഇതിനെ ഒന്ന് പ്രൊഫഷണലൈസ് ചെയ്യാമെന്ന് അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാകും. ഇതൊക്കെ എൻ്റെ തിയറിയാണ്. അതിനുള്ള ശ്രമം അദ്ദേഹം നടത്തി. അത് അമ്പയെ പാളിപ്പോയി. അത് അംഗീകരിക്കാനുള്ള ഒരു മനസാന്നിധ്യം അദ്ദേഹത്തിനുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തോടത് പറയാൻ പാർട്ടിക്കും പറ്റുന്നില്ല. അതാണ് ഇതിങ്ങനെയാണ് സംഭവിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ ഈ പോളിസി മാറ്റണം എന്ന് അദ്ദേഹത്തോട് പറയാൻ
കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നേതാക്കന്മാരില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വേണം മനസ്സിലാക്കാൻ. അതിൻ്റെ അപ്പുറത്തേക്ക് മറ്റൊരു തിയറിയിലും എനിക്കൊരു വിശ്വാസമില്ല. സാധാരണഗതിയിൽ ഇപ്പം അതിൻ്റെ അകത്തുള്ള വേണമെങ്കിൽ അതിനകത്ത് എനിക്ക് കാണാൻ പറ്റുന്ന, നമ്മളൊരു ഗൂഢാലോചന ഉണ്ടാക്കുകയാണ്, തിയറി ഉണ്ടാക്കുകയാണെങ്കിൽ എനിക്ക് കാണാൻ പറ്റുന്നത് ശ്രീ അൻവർ മുഖ്യമന്ത്രി കാണാൻ വേണ്ടി പോയതിന് ശേഷമാണ് അദ്ദേഹം പറയുന്നത് ഞാൻ പാർട്ടി സെക്രട്ടറി കൂടി കാണുന്നുണ്ട് എന്നുള്ളത്. അപ്പം ഈ കാര്യത്തിൽ ചിലപ്പോൾ പിണറായി വിജയനും പാർട്ടിയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതിലൊരു പ്രോസസ്സ് തുടങ്ങേണ്ടതുണ്ട് എന്നൊരു തോന്നൽ വരാം. ആ തോന്നൽ വരുമ്പോൾ അവിടെയുള്ളൊരു പ്രശ്നം എന്നുള്ളത് ഇപ്പോഴും ഈ രണ്ട് മനുഷ്യർ അവിടെ തന്നെ ഇരിക്കുന്നു എന്നുള്ളതാണ്. അവരെ അവിടെ ഇരുത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണം വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് പാർട്ടി ഇൻവോൾവ്, അത് ഇത് വൃത്തിയാക്കാനുള്ള ശ്രമമല്ല എന്നുള്ളത് നമ്മൾ കണക്കാക്കേണ്ടി വരും. ഒരു ഹർഷപ്പിനുള്ള ശ്രമമാണ്. അപ്പം ഇവിടെ ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്കൊരു തീരുമാനത്തിലെത്താൻ പറ്റില്ല. അത് ഇവരെ മാറ്റിക്കൊണ്ട് ഈ അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകാനാണ് മുഖ്യമന്ത്രി തീരുമാനിക്കുന്നതെങ്കിൽ അദ്ദേഹം ഈ പ്രശ്നത്തെ ഓണസ്റ്റായിട്ട് അഡ്രസ്സ് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കും. അതേസമയം ഇവർ രണ്ടുപേരും അവിടെ നിൽക്കുകയാണ് എങ്കിൽ നടത്തുന്നത് ഏതന്വേഷണവും ഈ ഒരു MLA വന്ന് പൊട്ടിത്തെറിച്ച് കഴിഞ്ഞപ്പം അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണത്തിൽ കൂടുതൽ ഒന്നും ഞാൻ അതിൻ്റെ അകത്തുനിന്ന് പ്രതീക്ഷിക്കില്ല. കാരണം ഒരു DGPയെ മാറ്റാൻ വേണ്ടി പ്രോസസ്സുകളുണ്ട്, ഒരു ADGPയെ മാറ്റാൻ വേണ്ടി ഒരാവശ്യമില്ല. അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് അവിടെ നിർത്താനോ അവിടെ നിന്ന് മാറ്റാനോ ഒരാവശ്യമില്ല. ഇനിയിപ്പം ഇതിൻ്റെ അകത്ത് അദ്ദേഹം നിരപരാധിയാണ്, MLA ഉയർത്തിയ ആരോപണങ്ങൾ മുഴുവൻ തെറ്റാണെന്നിരിക്കട്ടെ, ഈ പോലീസുകാരൻ ആ സ്ഥാനത്തേക്കോ അതിലും വലിയ സ്ഥാനത്തേക്കോ തിരിച്ചു വരാവുന്നതേ ഉള്ളൂ. അയാളെ അവിടെ നിർത്തിക്കൊണ്ടുള്ള അന്വേഷണം സാധാരണഗതിയിൽ നമ്മൾ അംഗീകരിക്കില്ല. അയാളോടൊരു ചോദ്യം ചോദിച്ചാൽ ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ പ്രൊട്ടക്ഷൻ്റെ ബേസിസ് അയാൾക്ക് മറുപടി പറയേണ്ട ആവശ്യമില്ല. അയാൾ മറുപടി പറയില്ല. ഏതായാലും ഒരു ADGP തല്ലി മറുപടി പറയിക്കാനൊന്നും കേരള പോലീസിന് പറ്റില്ലല്ലോ. ഇഫ് ഹി റെഫ്യൂസസ് ടു കോഓപ്പറേറ്റ് വിത്ത് ദിസ് ഇൻവെസ്റ്റിഗേഷൻ, സർക്കാരിന് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം കാരണം ഈ രേഖകളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുഴുവൻ അയാളുടെ കസ്റ്റഡിയിലാണ്. ഇയാൾ നടത്തിയതായി പറയപ്പെടുന്ന അല്ലെങ്കിൽ ഇയാളുടെ കൂട്ടുപ്രതികളുമായി ചേർന്ന് ഇയാൾ നടത്തിയ അവരെല്ലാവരും പോലീസ് ഫോഴ്സിലുള്ള ആൾക്കാരാണ്. അവരുടെയൊക്കെ മേധാവിയാണ് അയാൾ ഇപ്പോഴും. അവരിൽ ഒരാൾ പോലും എന്ത് തെളിവാണ് അവരുടെ ഡയറക്റ്റ് കമാൻഡ് ലൈനിലുള്ള ഏറ്റവും ടോപ്പിലുള്ള മനുഷ്യനെതിരെ അവരാരാണ് സംസാരിക്കുക? ആ അന്വേഷണം അമ്പെ പരാജയപ്പെടുന്നതിനുള്ള എല്ലാ സാധ്യതകളുമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പം അത് അത്തരമൊരു റിസ്ക് എടുക്കുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണ്. അവരെ അവിടെ നിന്ന് മാറ്റി നിർത്തി സത്യസന്ധമായിട്ടുള്ള ഒരു അന്വേഷണം സർക്കാർ നടത്തുകയാണെങ്കിൽ ഇതിനെക്കുറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള റീതിങ്കിങ് പാർട്ടിയുടെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് നമുക്ക് കരുതാം. അതേസമയം അത് ചെയ്യുന്നില്ല എങ്കിൽ അങ്ങേയറ്റം വഷളായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ കാര്യം. ഞാൻ രണ്ടുപേരുടെ കൂടിയാണ് പറഞ്ഞു, രണ്ടുപേരുടെ കൂടെ പോലീസുകാരുടെ കാര്യം മാത്രമല്ല ഞാൻ പറഞ്ഞത്, പൊളിറ്റിക്കൽ സെക്രട്ടറിയും പ്രധാനപ്പെട്ട കാരണം വെച്ചിട്ടുണ്ടെങ്കിലും ഈ മനുഷ്യരൊക്കെ മുഖ്യമന്ത്രി എത്ര പോലീസുകാരുടെ ഫോൺ എടുക്കും? ഈ പോലീസുകാരുമായിട്ട് ബന്ധപ്പെടുന്ന മുഴുവൻ ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് പറയുന്ന ആണ്. അപ്പം അതിൽ പൊളിറ്റിക്കൽ കൺട്രോൾ വരുന്ന ആളും അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ വരുന്ന ആളും രണ്ടും. ഇപ്പോൾ മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് മുഖ്യമന്ത്രിയുടെ ഫേസാണ് ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് പറയുന്നത്. സംസ്ഥാന പോലീസ് മേധാവിയുടെ ലോ ആൻഡ് ഓർഡറിലെ ഫേസാണ് ഈ ADGP. അപ്പോൾ ഈ മുഖ്യമന്ത്രിയും DGP അവിടെ ഉണ്ട് എന്നുള്ള വസ്തുതയാണ്. പക്ഷേ അതിന് തൊട്ട് താഴെയുള്ള മനുഷ്യർക്ക് നേരെയാണ് ഈ ആരോപണം വരുന്നത്. അപ്പോൾ അവരെ അവിടെ നിർത്തിക്കൊണ്ടുള്ള കാരണം ദേ ആർ ദി എൻഡ്. അവർ അധികാരം എത്തി നിൽക്കുന്ന അവരിലാണ്. മറ്റേ രണ്ടുപേരും പോളിസി ഡിസിഷൻ എടുക്കുന്ന മനുഷ്യരാണ്. ഇപ്പോൾ DGP ആയാലും ശരി, മുഖ്യമന്ത്രി ആയാലും ശരി, അവർ പോളിസി ഡിസിഷൻ എടുക്കുന്ന ഓപ്പറേഷൻസ് നടത്തുന്ന ആൾക്കാരല്ല. അവർക്ക് ഇടപെടാമെന്നുള്ളതേ ഉള്ളൂ. ഓപ്പറേഷൻസ് നടത്തുന്ന ഈ മനുഷ്യരാണ്. ഓപ്പറേഷൻസിൻ്റെ മുകളിലിരിക്കുന്ന രണ്ടുപേരെ ആരോപണ വിധേയരാക്കുമ്പോൾ അവരെ അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ അന്വേഷണം നടത്തുക എന്നുള്ളത് അസംബന്ധമായിട്ടുള്ള കാര്യമാണ്. മനുഷ്യരുടെ സാമാന്യ ബുദ്ധിയെ ചോദ്യം ചെയ്യുന്ന കാര്യമാണ്. അതിൽ ഏറ്റവും പെട്ടെന്നൊരു തീരുമാനം സർക്കാർ എടുക്കേണ്ടതാണ്. ഈ സർക്കാരിൻ്റെയും ഇതിൻ്റെയും ഇതുകൊണ്ട് ഞാൻ ഈ ചർച്ചയുടെ ഒരു അവസാനത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഇത് കേരളത്തിലെ ഇടത് രാഷ്ട്രീയത്തിൻ്റെ ഒരു വലിയ മുന്നിലുള്ള ഒരു വലിയ ചോദ്യചിഹ്നമായിട്ട് മാറുന്നുണ്ട്. കാരണം ഈ സംഭവം ഞാൻ പറഞ്ഞ നേരത്തെ വന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ സ്വീകരിച്ച നയം, പാർട്ടി സ്വീകരിച്ച നയം, അതിനുശേഷം ഈ പറയുന്ന ആരോപണങ്ങൾ ഒരു കംപ്ലീറ്റ് അല്ലെങ്കിൽ കേരളത്തിലെ ഒരു 10-70 വർഷത്തെ ചരിത്രമുള്ളൊരു ഇടത് പ്രസ്ഥാനം അതിൻ്റെ ഒരു ചരിത്രത്തിലെ വലിയ ഒരു ക്രൈസിസ് ഓഫ് കോൺഫിഡൻസ് എന്ന് പറയുന്ന ഒരു നിലയിലേക്ക് എത്തി നിൽക്കുകയാണെന്നുള്ളത്. അപ്പം ഇടത് പ്രസ്ഥാനത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും അല്ലെങ്കിൽ മുഴുവൻ അക്കൗണ്ടും CPM-ലേക്ക് കൊടുക്കുന്ന ഒരാളല്ല ഞാൻ. CPM അല്ലാത്ത ഇടത് കക്ഷികൾ ഇവിടെയുണ്ട്. പക്ഷേ ഈ എല്ലാ തരം ഇടതുകാരെ സംബന്ധിച്ചിടത്തോളവും ഞാൻ പറയുന്നത് ഇത് ഇങ്ങനെ ഒരു പ്രോസസ്സിലേക്ക് ഈ സമൂഹം എത്തി എന്നുള്ളത്
പറയാനായിട്ട് എന്തുകൊണ്ട് കഴിഞ്ഞില്ല? ഏറ്റവും നല്ല ഒരു ടോപ്പിക്കാണിത്. ഇതിൻ്റെ ഒരു പ്രശ്നം ഞാനായിട്ട് കാണുന്നത് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, ആ റിപ്പോർട്ടിൻ്റെ അകത്ത് ഒന്ന് ഈ ഫ്യൂഡൽ സിസ്റ്റം മുഴുവൻ പൊളിച്ചെഴുതാനുള്ള ബേസിക് ഡേറ്റ സോളിഡായിട്ട് സർക്കാരിന് കൊടുത്ത റിപ്പോർട്ടാണത്. അത് തലയ്ക്ക് വെച്ച് കിടന്ന് 4.5 വർഷം 2 മന്ത്രിമാർ കിടന്നുറങ്ങി. അതിലൊരു മന്ത്രി ഞാനിത് വായിച്ചു പോലും നോക്കിയിട്ടില്ല എന്ന് പറയാനുള്ള ഹുങ്ക് ഒരു മന്ത്രി കാണിച്ചു. ഹുങ്കാണോ വിഡ്ഢിത്തരമാണോ? എനിക്കത് ഹുങ്കായിട്ടാണ് തോന്നുന്നത്. വിഡ്ഢിത്തരം ഉത്തരവാദിത്തമുള്ള ആളാണ്. അപ്പം അത് കേരള സമൂഹത്തിന് മുമ്പിൽ വെച്ച് അത് മുഖ്യമന്ത്രി കമ്മീഷൻ ചെയ്ത ഒരു റിപ്പോർട്ട്, അതിൻ്റെ അകത്ത് റിവീൽ ചെയ്യുന്നത് നമ്മളിതൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് മുഴുവൻ റിവീൽ ചെയ്തിട്ടുള്ള ഒരു റിപ്പോർട്ട് തലയ്ക്ക് വെച്ചുകൊണ്ട് കിടന്ന് ഉറങ്ങി. അതിൻ്റെ അകത്തൊരു ഡ്രാഫ്റ്റ് നിയമം കൂടി ഉണ്ടായിരുന്നു. ഈ മേഖലയെ നമ്മളതിൻ്റെ അകത്ത് ലൈംഗിക ചൂഷണം, പോലീസ് കേസ്, അത് ഒരു വഴിക്ക്, ഈ മേഖലയെ നമ്മുടെ സാധാരണ കേരള സമൂഹത്തിന് ഒരു പരിച്ഛേദമാക്കി മാറ്റാനുള്ള ശ്രമം തുടങ്ങാനുള്ള ചില കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ടായിരുന്നു. അതൊന്നും ചെയ്യാതെ തലയ്ക്ക് വെച്ച് കിടന്നുറങ്ങിയത് മന്ത്രിയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആൾക്കാരാണ്. ഈ രക്തത്തിൽ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ കമ്മ്യൂണിസ്റ്റുകൾക്ക് ഒരു പങ്കുമില്ല. അവർ ഭരണം നടത്താൻ ഏൽപ്പിച്ചിരിക്കുന്ന മുതിർന്ന സഖാക്കൾ കാണിച്ച തരവഴിത്തരങ്ങളാണ് ഇതൊക്കെ. ഈ പോലീസ് സംവിധാനത്തെ ഇങ്ങനെ കൊണ്ടു നടക്കാൻ ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യർ പറഞ്ഞതല്ല, അവരോട് ഇവരും പറഞ്ഞതല്ല. അതുകൊണ്ട് ഇത് CPM-കാരായാലും ഈ നാട്ടിലെ ഇടതുപക്ഷക്കാരായാലും അവരുടെ വോയിസ് ഇനി കേട്ടു തുടങ്ങണം. അതുകൊണ്ട് അവർക്ക് ഇക്കാര്യത്തിൽ ഒരു മനസാക്ഷിക്കുത്തിൻ്റെ ആവശ്യമേ ഇല്ല. ഈ മര്യാദകേടുകളൊക്കെ കാണിച്ചത് അവർ വിശ്വസിച്ചേൽപ്പിച്ച മുതിർന്ന നേതാക്കന്മാരാണ്. അവരാണ് ആത്മപരിശോധന നടത്തേണ്ടത്. അവരിരിക്കുന്ന കമ്മിറ്റികളാണ്. അവർ ഈ നേരത്തെ വെച്ചിരുന്ന ആളുകൾ നമ്മൾ നാട്ടുകാരോടും സഖാക്കളോടും പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണോ ചെയ്തിരുന്നത് എന്നുള്ളതിനെക്കുറിച്ചും സത്യസന്ധവും ആത്മാർത്ഥവുമായ ആത്മപരിശോധന നടത്തുക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്തമാണ്. ഈ നാട്ടിലെ ഒരു സാധാരണ കമ്മ്യൂണിസ്റ്റുകാരനും ഈ ഭരണത്തിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ഈ ഉപജാപങ്ങളിൽപ്പെട്ട് ലാഭങ്ങളുണ്ടാക്കിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ സാധാരണ സംസാരിക്കുന്ന മനുഷ്യർ അവരൊക്കെ ഇപ്പം വേറെ എറപ്റ്റിങ്. എന്തുകൊണ്ടാണ് അവരാരും ഇതിൻ്റെ പങ്ക് പറ്റിയ മനുഷ്യരല്ല. അതിൻ്റെ പങ്ക് ആ ഒരു സ്ട്രീക്ക് വേറെ കിടക്കുകയാണ്. അവർ ഉത്തരം പറയേണ്ടി വരും. അപ്പോൾ ഈ ഹേമ കമ്മിറ്റി ഇത് രണ്ടും വളരെ എന്തുകൊണ്ട് ഇത്രയും കാലം ഇങ്ങനെ അതിഗംഭീരമായ നിശബ്ദത പാലിച്ചു എന്നുള്ളത് ആ മന്ത്രിയോട് ചോദിച്ച് അതിനെക്കൊണ്ട് ഉത്തരം പറയിപ്പിക്കേണ്ടത് ഉണ്ട്. അതത്ര എളുപ്പം. കാരണം ഇത് നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു ഫ്യൂഡൽ സിസ്റ്റം നമ്മുടെ നാട്ടിലെ തൊഴിലാളികൾക്കിടയിൽ നിലനിന്നിരുന്നു എന്നുള്ള വസ്തുത കണ്ണിൻ്റെ മുമ്പിൽ ഉണ്ടായിട്ട് അതിനെക്കുറിച്ച് ഒരു തരത്തിലുള്ള നടപടികൾ എടുക്കേണ്ടതില്ല എന്നൊരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി തീരുമാനിക്കുകയാണെങ്കിൽ പിന്നെ അയാൾ എന്തിനാണ് അവിടെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിയായിട്ട് ഇരിക്കേണ്ടത് എന്നുള്ളൊരു ചോദ്യം നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യർ ചോദിക്കണം. അതുപോലെ തന്നെയാണ് പോലീസിൻ്റെ കാര്യത്തിലും. ഈ പോലീസ് സംവിധാനം മുഴുവൻ കുറേ മനുഷ്യർക്ക്, സാധാരണ മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുന്നതിന് പകരം ഈ കുറേ പേർക്ക് കൊട്ടേഷൻ പണി നടത്താനുള്ള സംവിധാനമായിട്ട് മാറ്റുമ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു എന്നുള്ള ചോദ്യം നമ്മുടെ നാട്ടിലെ സാധാരണക്കാരെ മനുഷ്യർ ചോദിച്ചു തുടങ്ങി. ആ ചോദ്യത്തിന് ഉത്തരം പറയാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് രക്ഷപ്പെടാൻ പറ്റുമോ, CPM-ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ചോദ്യം മനുഷ്യർ ചോദിക്കുക തന്നെ ചെയ്യും. കാരണം ഇതിൻ്റെ അകത്ത് സാധാരണക്കാരായ മനുഷ്യർക്ക് പ്രത്യേകിച്ച് ലാഭങ്ങളൊന്നുമില്ല. അവരുടെ സെൽഫ്ലെസ് ആയിട്ടുള്ള അവരുടെ ജീവിതം കൊണ്ട് അവരുണ്ടാക്കിയ പാർട്ടിയും പ്രസ്ഥാനവും വെച്ചിട്ടാണ് ഈ കുറച്ച് പേര് ഈ തമാശ കളിക്കുന്നത്. അപ്പോൾ അവരോട് ആ ചോദ്യം അവർ ചോദിക്കുന്നത് തോന്നൽ തന്നെയാണ് എനിക്കുള്ളത്. ഈ അവരുടേതായ ഇതിൻ്റെ അവസാനിപ്പിക്കുന്നത് ഞാൻ അങ്ങനെ അതായത് ഈ 2 സംഭവങ്ങളും വന്നു. ഇപ്പോൾ ഹേമ കമ്മിറ്റി മുതൽ ഈ പോലീസ് വരെയുള്ള ഒരു സംവിധാനം വരുമ്പോഴത്തേക്ക് രണ്ട് കാര്യം വളരെ പ്രകടമായിട്ട് വന്നതെന്ന് പറയുന്നത്, സാധാരണഗതിയിൽ ഇടതുപക്ഷ ഭരണം ഒരു പൊളിറ്റിക്കലി ഒരു അറ്റാക്ക് നേരിടുമ്പോഴത്തേക്ക് അതിനെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് വളരെയധികം ആളുകൾ മുന്നോട്ട് വരുമായിരുന്നു. പല തരത്തിലുള്ള സാംസ്കാരിക ലോകത്ത് നിന്നും അല്ലെങ്കിൽ അങ്ങനെയുള്ള ട്രേഡ് യൂണിയൻ്റെ ഭാഗത്തു നിന്നും. ഈ 2 കാര്യങ്ങളിലും ഇതുവരെ കാണുന്നത് ഇവരുടെ ഒരു തരം കോൺസ്പിക്വസ് ആയിട്ടുള്ള സൈലൻസാണ്. ആരും ഈ സാധനത്തിന് ഡിഫെൻഡ് ചെയ്യാൻ വന്നിട്ടില്ല. ഞാനതിനെ വളരെ പോസിറ്റീവായിട്ട് കാണുന്ന ആളാണ്. കാരണം അവർക്ക് ഈ ഭരണ സംവിധാനത്തെ പേടിയില്ല എന്നുള്ളതാണ്. പാർട്ടി സംവിധാനത്തെ അവർക്ക് പേടിയില്ല. നാട്ടിലെ സാധാരണക്കാർ അല്ലെങ്കിൽ അവരുടെ പേടി തീർന്നു. അവർക്ക് ഇനി പോകാൻ സ്ഥലമില്ല. അവർക്ക് ആ പേടി തീർന്നു. ഇപ്പോൾ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ അടിയിൽ വന്ന് നോക്ക്, ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 2-3 പേരാണ് ആകെ കൂടിയുള്ളത്. 100 കണക്കിന് മനുഷ്യർ വന്ന് സംസാരിക്കുന്നത് നിങ്ങൾ പറയുന്നത് ശരിയാണ് എന്ന് പറയുന്നത്. ഞാൻ ശരി പറയുന്നത് കൊണ്ടല്ല, ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് ശരി ഞാൻ പറഞ്ഞു എന്നുള്ളതാണ്. അതാണ് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരുന്ന കാര്യമാണ് നിങ്ങൾ പറഞ്ഞതെന്നാണ് അവർ പറയുന്നത്. അവരാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബേസ്. അവർക്ക് ഈ സംവിധാനത്തെ അവർക്ക് പേടിയില്ല എന്നുള്ളത് ഞാനത് ഏറ്റവും പോസിറ്റീവായിട്ട് കാണുന്ന ആളാണ്. ആരും ഡിഫെൻഡ് ചെയ്യാൻ വന്നില്ല എന്ന് മാത്രമല്ല, അവർ തിരിഞ്ഞു നിന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഈ മുതിർന്ന നേതാക്കന്മാരോട് ചോദിക്കാൻ വേണ്ടി പറ്റും. അവർ ചോദിക്കുമെന്ന് തന്നെയാണ്. കാരണം ഇപ്പോഴും അതിൻ്റെ ഒരു ഓർഗാനിക് നേച്ചർ
കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഓർഗാനിക് സ്വഭാവം ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് ഉറച്ച ബോധ്യം എനിക്കുണ്ട്. ഞാൻ ഇടപെടുന്ന ഏറ്റവും താഴെ സംവിധാനത്തിൻ്റെ ഏറ്റവും താഴെയുള്ള ഗംഭീരന്മാരായ കമ്മ്യൂണിസ്റ്റുകൾ അവരിപ്പോഴും ദേ ആർ വെരി റിയലിസ്റ്റിക് അബൌട്ട് ഇറ്റ്. അവർക്കത് നല്ലപോലെ അറിയാം. അപ്പോൾ അതുകൊണ്ട് അവരത് ഡിഫെൻഡ് ചെയ്യാൻ വന്നില്ല എന്നുള്ളത് തന്നെയാണ്, അല്ലെങ്കിൽ അവരതിനെ എതിർക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ എതിർപ്പിൻ്റെ മെസ്സേജ് ഇത് മോളിൽ വരെ എത്തുകയും ഈ മോൾ കമ്മിറ്റികളിലൊക്കെ ഇരിക്കുന്ന സഖാക്കൾ ഈ താഴത്തെ മനുഷ്യരെ റെപ്രസെൻ്റ് ചെയ്താണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് എന്നുള്ള ചോദ്യം വന്നാൽ രണ്ട് കമ്മ്യൂണിസ്റ്റുകൾ തമ്മിൽ നേരിട്ട് സംസാരിക്കുമ്പോൾ ഉണ്ടാകാൻ പറ്റുന്ന ആത്മാർത്ഥതയും സത്യസന്ധതയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയോടും ഈ സിനിമാ മന്ത്രിയോടൊക്കെ നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളൊരു ചോദ്യം രണ്ട് കമ്മ്യൂണിസ്റ്റുകൾ തമ്മിലുള്ള സംസാരമായി ചോദിച്ചു കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് ഗുണപരമായ കാര്യങ്ങൾ വരും. അതൊക്കെ അവരൊക്കെ പക്ഷേ സ്വന്തം വ്യക്തികളായിട്ട് ചുരുങ്ങിക്കഴിഞ്ഞാൽ അവരെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ ആലോചനയ്ക്ക് ഒരു കൃത്യമായ മറുപടി ഇല്ലാതെ ഈ പ്രോസസ്സ് ലോജിക്കലായിട്ട് എൻഡ് ചെയ്യാതെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് പിന്നെ ഇറാനിലെ റിപ്പബ്ലിക്കൻ ഗാർഡും വെസ്റ്റ് ബംഗാളിലെ പാർട്ടിയൊക്കെ ഇല്ലാതായി പോയ പോലെ നിന്നടുത്ത് നിന്നത് ഇല്ലാതാകും. അതിനുള്ള ഉത്തരം പറയാനുള്ള ആത്മാർത്ഥമായ ശ്രമം നടത്തിയില്ല എങ്കിൽ ഇതിൻ്റെ പുറത്തുനിന്ന് പരുക്ക് രക്ഷപ്പെട്ടു വരിക എന്നുള്ളത്. ഈ പാർട്ടി സമ്മേളനങ്ങളിൽ അങ്ങനെ എന്തെങ്കിലും നടക്കുമെന്ന് നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടോ? എനിക്ക് പ്രതീക്ഷയുണ്ട്. ഞാനിപ്പോൾ കണ്ടത് ഒരു സമ്മേളനത്തിൽ ലോക്കലായിട്ട് പല പ്രശ്നങ്ങളുണ്ട്. എനിക്ക് ആ കാര്യത്തിൽ പ്രത്യേകിച്ച് സംശയമൊന്നുമില്ല. അത് അതിൻ്റെ അകത്തുനിന്ന് ആൾക്കാർ വരികയും അവർ സംസാരിക്കുകയും ചെയ്യുമെന്നുള്ള ഉറച്ച തോന്നൽ എനിക്കുണ്ട്. ഇല്ല എങ്കിൽ നമുക്ക് പിന്നെ പ്രത്യേകിച്ച് പ്രതീക്ഷിക്കാൻ ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് വരും. അത്തരം ഒരു അവസ്ഥയിലേക്ക് പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.